ഹായ് യാൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വളരെയധികം സന്തോഷം നിറഞ്ഞൊരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ഹരിതകർമ്മസേന യൂസർ ഫീ ആയിട്ട് ഇപ്പോൾ വാങ്ങിക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ 50 രൂപയാണ്. അത് വർദ്ധിപ്പിക്കാൻ പോകുന്നുള്ള വാർത്ത കേട്ടു. അപ്പോൾ അതിന്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി ഞാൻ തന്നെ അവരെ കോൺടാക്ട് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത് സത്യമാണോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ കൂടുതൽ പേര് പറയുന്നത് ഇരട്ടിയാണ് വാങ്ങിക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത്. 50 ആണെന്നുണ്ടെങ്കിൽ 100, 100 ആണെന്നുണ്ടെങ്കിൽ 200, അങ്ങനെ. ഇപ്പൊ തന്നെ പ്രത്യേകിച്ച് പല സ്ഥലങ്ങളിലും ഈ തിരുവനന്തപുരം കൈക്കൂട്ടത്തൊക്കെ നല്ല പൈസ തന്നെ വാങ്ങിക്കുന്നത്, ഏകദേശം 100, 150 ആ ഒരു റേഞ്ചിലൊക്കെ വാങ്ങിക്കുന്നുണ്ടെന്ന് കേൾക്കാൻ വേണ്ടി പറ്റി. ഇതിന് മുന്നേ തന്നെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച്. അപ്പൊ അതിൽ ഒരുപാട് പേര് കമന്റ്സ് പറയുന്നുണ്ട്. അവർക്ക് പറയാനുള്ള കാര്യം അവര് കമന്റ് ബോക്സിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒറ്റ കാര്യമേ ഉള്ളൂ, ഇതിനോട് ഒരാൾക്കും യോജിക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഈ പ്ലാസ്റ്റിക് കൊടുക്കുന്നതിനോടല്ല 50 രൂപ വാങ്ങിക്കുന്നതിനോട് ഒരാൾക്കും യോജിപ്പില്ല എന്നുള്ളത്. പ്രത്യേകിച്ച് ഒരാൾ വീട്ടിലില്ല എന്നുള്ള അവസ്ഥയിൽ പോലും ഇവര് ആ ഒരു മാസത്തേതും കൂടി പിറ്റേത്തെ മാസം വാങ്ങിക്കുന്നുണ്ട്. അതൊരിക്കലും ഒരാൾക്കും അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. രോഗിയായിട്ട് ഹോസ്പിറ്റലിലൊക്കെ വന്ന ടൈമിൽ 2-3 മാസത്തെയൊക്കെ പൈസ വാങ്ങിക്കുമ്പോൾ അവർക്ക് അത്രയും വിഷമമാകുന്നു. അതുപോലെ തന്നെ വാടക വീട്ടിൽ കഴിയുന്ന ആൾക്കാരുടെ അവസ്ഥ, വീട്ടില് ഉപ്പയോ സഹോദരനോ ഒന്നുമില്ലാതെ സ്വന്തമായിട്ട് തന്നെ എന്തെങ്കിലും ഒരു തൊഴിൽ വീട്ടിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന ഒരുപാട് സഹോദരികൾ എനിക്ക് കമന്റ് ബോക്സിൽ വന്നിട്ട് ഓരോ കമന്റ്സും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരുടെയൊക്കെ ഈ ഒരു നിസ്സഹായ അവസ്ഥയിൽ പോലും അവരോടൊക്കെ ചൂഷണം ചെയ്യുന്ന രീതിക്ക് 50 രൂപ വാങ്ങിക്കുന്നത്. അപ്പൊ പറയാം 50 രൂപയല്ലേ എന്നുള്ളത്. 50 രൂപ എല്ലാവർക്കും മാസത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു കമന്റ് ബോക്സ് തന്നെ അതിനുള്ള ഉത്തമ ഉദാഹരണമാണ്. ഞാൻ എന്തായാലും കുറച്ച് കമന്റ്സ് ഒക്കെ ഇതിന്റെ സൈഡിൽ കൊടുക്കാം. അപ്പൊ തന്നെ മനസ്സിലാവും എല്ലാവരും ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്നുള്ളത്. പറയാൻ വേണ്ടി പോകുന്നത്, ഇപ്പോൾ 50 രൂപ എന്നുള്ളത് അവര് ഇരട്ടിയായിട്ടല്ല വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. 50 രൂപ എന്നുള്ളത് 60 രൂപയാക്കിയിട്ട് വർദ്ധിപ്പിക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ ആദ്യം തന്നെ ചിന്തിച്ച കാര്യമാണ്. ആദ്യം 50 ആകും, പിന്നെ 60 ആകും, പിന്നെ 70 ആകും. ഞാൻ ആദ്യത്തെ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് ഇത് ഇങ്ങനെ തന്നെ പോകുന്നുള്ളത്. അത് തന്നെയാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോകുന്നത്. ഇങ്ങനെ പോകുന്ന ടൈമിൽ വർഷം കൂടുന്നതിനനുസരിച്ചിട്ട് ഇവർ ഇതുപോലെ തന്നെ 10ഉം 15ഉം അല്ലെങ്കിൽ 5ഉം കൂടെ വെച്ചിട്ടങ്ങ് കൂട്ടി പോയാൽ മതില്ല. അങ്ങനെ കൂട്ടുമ്പോൾ തന്നെ വർഷത്തിൽ എത്ര പൈസ ആവും എന്നുള്ളത് നമുക്ക് കണക്കാക്കാൻ വേണ്ടി പറ്റും. ഇനി ഈ ഒരു ഹരിതകർമ്മ സേന എന്ന് പറഞ്ഞൊരു സേനയെ കൊണ്ടുവന്നതിന്റെ പിന്നിലുള്ള ഉദ്ദേശം പ്ലാസ്റ്റിക് മുക്ത കേരളം എന്നതാണ്. ഓക്കെ, അത് നല്ലത് തന്നെ. പ്ലാസ്റ്റിക് കത്തിക്കുന്നത് കൊണ്ട് തന്നെ ഓസോൺ പാളിക്ക് പോലും സുഷിരങ്ങൾ വന്നിട്ടുണ്ട്, വിള്ളൽ വന്നിട്ടുണ്ട്. അത് നമ്മുടെ ഭൂമിക്ക് തന്നെ ഇടങ്ങാറാന്നുള്ളതൊക്കെ നമ്മൾ അറിയാവുന്ന കാര്യമാണ്. അതിനൊക്കെ കൂട്ടുനിൽക്കാൻ നമ്മളെല്ലാവരും തയ്യാറാണ്. പക്ഷെ ഈ 50 രൂപ അതാണ് എല്ലാവർക്കും പ്രശ്നമായിട്ടുണ്ടായിരുന്നത്. ഇപ്പം 50 ആയാലും 100 ആയാലും ഒക്കെ പ്രശ്നം തന്നെയാണ്. മാസത്തിലാണ് വന്നിട്ട് വാങ്ങിക്കുന്നത്, അതുകൊണ്ട് പ്രശ്നമാണ്. ഇപ്പൊ പല സ്ഥലത്തും 2 ചാക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഡബിളായിട്ട് വാങ്ങിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഷൂ ആയിക്കഴിഞ്ഞാലും ഇനി എന്ത് സാധനം ആയാലും കുപ്പിച്ചില്ലായിക്കഴിഞ്ഞാലും അതിനടക്കം പൈസ അവർ ഈടാക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ പുറത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ മിൽമന്റെ തന്നെ പാക്കറ്റ് നമ്മൾ കഴുകി വൃത്തിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് പൈസ കിട്ടും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ പലരും നോക്കുന്നുണ്ട്. ഞാൻ എന്തായാലും ഹരിതകർമ്മസേന വീട്ടിൽ വന്ന ടൈമിൽ ഒരു സഹോദരൻ പറഞ്ഞ വാക്കുകളുണ്ട്, അതൊന്ന് നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കേൾപ്പിച്ചു തരാം. എന്റെ പ്ലാസ്റ്റിക് ആരായില്ല, പിന്നെ ഞാൻ പൈസ എവിടെ നിന്ന് എടുത്ത് തരണം? ചേച്ചി ക്ലിയർ ആയിട്ട് വീഡിയോക്കകത്ത് പറ, കേക്കട്ടെ. പിന്നെ ചേച്ചിക്ക് എന്താ പറയണ്ട? ചേച്ചിയും പറ. എന്തിനാ പൈസ തരുന്നതെന്ന് പറ. എന്റെ പ്ലാസ്റ്റിക് തരാനില്ല, ഇപ്പൊ ഞാൻ എന്തിനാ പൈസ തരുന്നത്? അതാ ചോദിച്ചത്. എന്റെ പ്ലാസ്റ്റിക് തരാനില്ല, ഞാൻ പ്ലാസ്റ്റിക് ഇല്ലാതെ മേടിക്കുന്നത്. ഞാൻ സഞ്ചി കൊണ്ടുപോയിട്ടാ മേടിക്കുന്നത്. പറ. അത് പല സാധനം മേടിക്കും. ആ ചേച്ചിയോട് പറയേണ്ട ആവശ്യം എന്തുവാ? അതാണ് ചോദിക്കുന്നത്. അല്ല, അത് ആരും ദേഷ്യപ്പെടുന്നു ചേച്ചി. അത് പറഞ്ഞ് സൈക്കോളജി ഒന്നും നമ്മളെടുത്ത് എടുക്കണ്ട. ദേഷ്യത്തിന്റെ കാര്യമൊന്നും പറയണ്ട. ദേഷ്യത്തിന്റെ കാര്യം തന്നെ ഞങ്ങളും പറഞ്ഞത്. നമ്മുടെ ഇപ്പൊ തരാ ഇല്ല. ഇപ്പൊ കൊടുക്കാൻ സൗകര്യം ഇല്ലെന്നാ പറഞ്ഞത്. സൗകര്യം ഇവർ ഇത്രയധികം ഇപ്പൊ ദേഷ്യപ്പെട്ട് റൂളായിട്ട് തന്നെ സംസാരിക്കുന്നത് അവർക്ക് പ്ലാസ്റ്റിക് ഇല്ലാത്തത് കൊണ്ടൊന്നല്ല, അവർക്ക് ആ കൊടുക്കാനുള്ള പൈസ അതില്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അത് കൊടുക്കാൻ മനസ്സില്ലാത്തത് കൊണ്ടാണ്. ഇപ്പൊ ഇതിൽ 50ഉം 60ഉം 70ഉം ഒക്കെ ആക്കി കഴിഞ്ഞാല് ബാക്കിയുള്ളവർ കൊടുക്കില്ലെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ, ഓരോരുത്തരും തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ ഒരു നിയമം ഇവിടെ പ്രാബല്യത്തിൽ വരില്ല. ഇതെന്താ പിച്ചപ്പാത്രത്തിൽ കൈയിട്ട് വരുന്ന പോലുള്ള അവസ്ഥയായിപ്പോയി. കാരണം ജീവിക്കാൻ വേണ്ടി അത്രയധികം കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്
എല്ലാവരും നല്ല പോസ്റ്റ് ജീവിതം നയിക്കുന്ന ആൾക്കാരൊന്നും അല്ലല്ലോ. നമ്മളെപ്പോലെ പാവപ്പെട്ട ഒരുപാട് പേരുണ്ട്. ജീവിതത്തിൽ ഒരു ദിവസം 100 രൂപ അല്ലെങ്കിൽ ഒരു ദിവസം 50 രൂപക്ക് വരെ ജോലി എടുക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്നും മന്ത്ലി ഇതുപോലെ വന്നിട്ട് പൈസ വാങ്ങിക്കുമ്പോൾ അവർക്കൊന്നും അത് തികയില്ല. ഒന്നിക്കിൽ പൈസ ഒരു ദിവസം പൈസ ഉണ്ടാവും, പിറ്റേ ദിവസം കയ്യിൽ പണം ഇല്ലാത്ത ടൈം ആയിരിക്കും. ആ ടൈമിലായിരിക്കും ഇവർ വന്നിട്ട് പൈസക്ക് ചോദിക്കുന്നുണ്ട്. ആ ടൈമിൽ ഉണ്ടാവില്ല. 50 രൂപ ഏറ്റവും ചെറുതായിട്ട് നമുക്ക് കണക്കാക്കേണ്ട ആവശ്യമൊന്നുമില്ല. 50 രൂപക്ക് പല സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ കിട്ടും. അതുകൊണ്ട് 50 രൂപ ചെറുതാണ് അങ്ങനെ പറഞ്ഞിട്ട് ഡയലോഗ് കൊണ്ടൊന്നും ആരും വരണ്ട. ഇതിന് മുന്നേ ആയിട്ട് വീഡിയോക്ക് കമന്റ് വന്നിട്ടുണ്ട്, 50 രൂപ കൊടുക്കുന്നതിനാണ് ഇത്രയധികം വർത്താനം പറയുന്നുള്ളത്. 50 രൂപ എല്ലാവർക്കും അത്ര ചെറിയൊന്നല്ല. എന്നെ പോലെയുള്ള പലർക്കും 50 രൂപ വലുത് തന്നെയാണ്. ഇപ്പം അത് 50 അല്ല, 60 ആകാൻ പോകുന്നുണ്ട്, ഇനി 70 ആകാൻ പോകും. കുറച്ചും കൂടി കഴിഞ്ഞാൽ അത് 100, 150 ഒക്കെ ആവും. ഇനി മാസത്തിൽ വരുന്നത് വേണമെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ വരും. അങ്ങനെ ആകുമ്പോഴൊക്കെ നല്ല പൈസ നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. ഇതുപോലെ തന്നെ വേറൊരു സഹോദരൻ ചെയ്ത വീഡിയോ ആണ്. കേരളം വിട്ടു കഴിഞ്ഞാൽ ഒരു അവസ്ഥയാണ് കാണാൻ വേണ്ടി പോകുന്നത്. അതും കൂടെ ഒന്ന് നോക്കാം. ഇത് കണ്ടില്ലേ? കേരളം വിട്ടു കഴിഞ്ഞിട്ട് അവരാ ഫ്ലാറ്റിന് മുകളിൽ നിന്നൊക്കെ ചാടുന്നത് പ്ലാസ്റ്റിക് ആണ്. ആ പ്ലാസ്റ്റിക്കുകൾ അവർ കൊണ്ടുപോകുന്നുണ്ട്, പൈസ കൊടുക്കുന്നൊന്നുമില്ല. അപ്പൊ അങ്ങനെ ചെയ്താലും നമ്മുടെ കേരളത്തിൽ ഇതേപോലെ ഒന്ന് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ കേരളം മാലിന്യമുക്ത കേരളം തന്നെ ആയിരിക്കും. ഒരു തുള്ളി പ്ലാസ്റ്റിക് പോലും എവിടെയും കാണില്ല. നിർബന്ധമായിട്ടും ആളുകൾ കൊടുക്കും. പിന്നെ ഇനി അത് 50 രൂപ കൊടുക്കാത്തത് കൊണ്ട് ആരും പ്ലാസ്റ്റിക് തരുന്നില്ല എന്നുള്ള ന്യായമാണ് പറയാൻ പോകുന്നതെങ്കിൽ, നിങ്ങൾ ഇപ്പൊ ചെയ്യുന്നില്ലേ? നികുതി അടക്കാൻ പോകുന്ന ടൈമിൽ പ്ലാസ്റ്റിക് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ടൈമിൽ വേണമെങ്കിൽ പലിശ ഈടാക്കിക്കോ. ഇതിന്റെയൊക്കെ പലിശ ഉണ്ടല്ലോ, അത് ഈടാക്കിക്കോ. ഈ പൈസ മാസത്തിൽ പ്ലാസ്റ്റിക് കൊടുക്കാത്ത ആളുകളിൽ നിന്ന് ഇത്ര പൈസ ഈടാക്കും എന്ന് പറഞ്ഞാൽ എല്ലാവരും ചെയ്യും. അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കൊടുക്കും അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. പ്ലാസ്റ്റിക് എല്ലാവരും കൊടുക്കും. അവർക്ക് ഈ പൈസ കൊടുക്കുന്ന മാത്രമേ പ്രശ്നമുള്ളൂ. ഞാനും ഒരു തവണ വിഷമിച്ചൊരവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു. 50 രൂപ ഇല്ലാത്തൊരവസ്ഥ. ഞാൻ എത്ര നോക്കിയിട്ടും എനിക്ക് കിട്ടിയതൊരു 30 രൂപയാണ്. ആ 30 രൂപ ഞാൻ അവർക്ക് കൊടുത്തു. ആ ടൈമിൽ എൻ്റെ ഗൂഗിൾ പേയിൽ പോലും എൻ്റെ അടുത്ത് പൈസ ഉണ്ടായിട്ടില്ല. എൻ്റെ ബാഗിലാകെ 10 രൂപയുടെ 3 കോയിൻസ് ഉണ്ടായത്. ഞാൻ അവർക്കത് കൊടുത്തു. പിറ്റേത്തെ മാസം അവർ വന്ന പാടെ പറഞ്ഞു, അവിടെ എഴുതി വെച്ചു 20 രൂപ ബാക്കി തരാനുണ്ട് എന്നുള്ളത്. അപ്പുറം ഇപ്പുറം പോയി ചോദിക്കുകയും ചെയ്തിട്ടില്ല. ഞാൻ ഇതിന് മുന്നേ തന്നെ ഞാൻ ഇട്ട വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ തന്നെ ഞാൻ അടാക്കുന്നില്ല. മറ്റു വീട്ടിൽ പോയിട്ട് ചോദിക്കുന്നത് താല്പര്യമില്ല എന്നുള്ളത് അവർക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. കാരണം അവരോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 30 രൂപയുള്ളത് അടുത്ത മാസം തരാമെന്നിട്ട് ഞാൻ അടുത്ത മാസം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഈ നിയമം എനിക്കായാലും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നിങ്ങളിങ്ങനെ വർദ്ധിച്ച് കൂട്ടി ഇതിങ്ങനെ കൊണ്ടുപോകുന്ന ടൈമിൽ നമ്മൾക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് നോക്കേണ്ടത്? ഒരു KSEBിൻ്റെ ബില്ല് ഒരു മാസം നമുക്ക് 1000 വന്നാൽ പിറ്റേ ദിവസം 2000 വരുന്നു, പിറ്റേ ദിവസം 900 വരുന്നു. പിന്നെ ഒരേപോലെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ ബില്ലുകൾ വളരെയധികം ചേഞ്ച് ആയിട്ടാണ് വരുന്നത്. 3000, 4000 വരെ എനിക്ക് വന്നിട്ടുണ്ട്. ഞെട്ടിപ്പോക്കാന്ന് ബില്ല് കാണുമ്പോൾ. ഹാർട്ട് അറ്റാക്ക് വരാത്ത ആരുടെ ഭാഗ്യം. അപ്പം ഇങ്ങനെയൊക്കെ മനുഷ്യരെ പിഴിഞ്ഞുകൊണ്ട് നിൽക്കുക ചെയ്യുന്നത്. കേരളത്തിൽ ജനിച്ചത് തന്നെ ദോഷമായി പോയെന്ന് ചിന്തിക്കുന്നുണ്ട് പല ആളുകളും. ഞാനടക്കം പറഞ്ഞിട്ടുള്ള ഡയലോഗാണ് ഇത്. അതുകൊണ്ട് തന്നെ കേരളം എന്ന് കേൾക്കുമ്പോൾ തിളക്കണം രക്തം എന്നല്ലേ, ഇപ്പൊ തിളക്കുന്നുണ്ട് രക്തം. വേറെ എവിടെയെങ്കിലും ജനിച്ചാൽ മതി എന്ന് പറയേണ്ട അവസ്ഥയാണ്. കാരണം അത്രയധികം നമ്മളെ പിഴിഞ്ഞിട്ട് നമ്മളെടുത്ത് നിന്ന് ഓരോന്നിനും ടാക്സ് ഈടാക്കുന്നുണ്ട്. അപ്പൊ ഇതുപോലെ വീണ്ടും ഇനി എന്തെങ്കിലും കർമ്മസേന കൊണ്ടുവരുന്നുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഓടിപ്പോകാൻ വേണ്ടിയിട്ടാണ്. എനിക്കെന്തായാലും ഇവർ യൂസർ ഫീ കൂട്ടുന്നതിനോട് ഒരിക്കലും യോജിപ്പില്ല. ആ വിയോജിപ്പ് ഞാൻ ഈ വീഡിയോയിലൂടെ വ്യക്തമാക്കുന്നു. നിങ്ങൾക്ക് ഇതിനോട് വിയോജിപ്പുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സ് വന്നിട്ട് നിങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തുക.